തിരുവനന്തപുരമാണ് സ്ഥലം. തിരുവനന്തപുരത്ത് ഹരിത വിപ്ലവം സൃഷ്ടിക്കാൻ ഇറക്കിയ ഇലക്ട്രിക് ബസ് പലപ്പോഴും ഉണ്ടാക്കിയത് വൻ വിവാദങ്ങളാണ്. ബസ്സുമായി ബന്ധപ്പെട്ട മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും മേയർ വി.വി. രാജേഷും ഇടഞ്ഞതോടെ വിഷയം രാഷ്ട്രീയ ഏറ്റുമുട്ടലായി. ഇലക്ട്രിക് ബസിന്റെ വരവും വിവാദ ഓട്ടവും പിന്നിലെ കാരണങ്ങളും അത് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? ഇത്തരം പഴഞ്ചൻ വണ്ടികൾക്ക് ബദലായാണ് ഇലക്ട്രിക് ബസ് കൊണ്ടുവന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് KSRTCയിൽ കൊണ്ടുവന്ന വലിയൊരു മാറ്റം. ആന്റണി രാജു മന്ത്രിയായിരിക്കെയാണ് ഇലക്ട്രിക് ബസ് എന്ന ആശയം ഓടിത്തുടങ്ങിയത്. കോവിഡിനെ തുടർന്ന് പൊതുഗതാഗതത്തിൽ നിന്നകന്ന യാത്രക്കാരെ അടുപ്പിക്കാൻ വെറും 10 രൂപയ്ക്ക് യാത്ര, അങ്ങനെയായിരുന്നു തുടക്കം. ആശയം ഫലം കണ്ടു. നഗരത്തിന്റെ ഉൾപ്രദേശങ്ങളിലും ഇടവഴികളിലും എത്തുന്ന ബസ്സിൽ തിരക്കേറി. ശരാശരി ഒരു ദിവസം 600 യാത്രക്കാർ എന്ന നിലയിലേക്ക് സർവീസ് മെച്ചപ്പെട്ടു. 600 പേർ ബസ്സിൽ കയറിയാലും വരുമാനം വെറും 6000 രൂപ. അങ്ങനെയിരിക്കെ ഗതാഗത മന്ത്രിയായി കെ.ബി. ഗണേഷ് കുമാർ എത്തി. 1 കോടി രൂപ മുതൽ മുടക്കുള്ള ബസ്സിന്റെ വരുമാനം ഉയർത്താൻ ആദ്യ നീക്കം. അതിന്റെ ഭാഗമായി 10 രൂപ ടിക്കറ്റിന്റെ നിരക്ക് കൂട്ടി. തിരുവനന്തപുരം നഗരത്തിൽ 10 രൂപ ടിക്കറ്റ് നൽകിയുള്ള KSRTCയുടെ യാത്ര തുടരില്ലെന്നും അത് ദീർഘവീക്ഷണമില്ലാത്ത തീരുമാനമായിരുന്നുവെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. എന്ന് ഓടണ്ടേ, അതാലോചിച്ചാൽ മതി. നമ്മൾ ദീർഘവീക്ഷണത്തോടെ പോകണം. ഞാൻ പറഞ്ഞല്ലോ, പഴവങ്ങാടി കൂടെ പോകുമ്പോൾ ഒരു തേങ്ങ കിടപ്പുണ്ട്. അത് 1.5 തേങ്ങ എടുത്ത് ഞാനങ്ങ് അടിച്ചേച്ച് എന്നെ രക്ഷിച്ചോണേ ദൈവമേ എന്ന് പറയുന്നത് അങ്ങനല്ല. നമ്മൾ കാണിക്കേടുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കഴിക്കണം. വന്ദേ ഭാരതിൽ ടിക്കറ്റ് ഇറക്കി കുറച്ചിട്ടാണ് ആൾ കയറുന്നത്. KSRTCയെ രക്ഷപ്പെടുത്താൻ നിരക്ക് വർധനയല്ലാതെ മറ്റു വഴികളില്ലാതായതോടെ 10 രൂപ നിരക്ക് അവസാനിപ്പിച്ചു. ഓർഡിനറി ബസിന്റെ നിരക്ക് കൊണ്ടുവന്നു. എന്നാൽ ഇലക്ട്രിക് ബസ്സുകളിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും വരുമാനം കൂടി. വൈദ്യുതി ചാർജ്, ജീവനക്കാരുടെ ശമ്പളം എന്നിവ ഉൾപ്പെടെ 1 കിലോമീറ്റർ സർവീസ് നടത്താൻ 23 രൂപ മാത്രമാണ് ചെലവ്. ശരാശരി വരുമാനം കിലോമീറ്ററിന് 35 രൂപ. ഡീസൽ ബസ്സുകളുടെ ചെലവ് കിലോമീറ്ററിന് 74 രൂപയാണ്. KSRTC സ്വിഫ്റ്റ് ജീവനക്കാരെ ഉപയോഗിച്ച് ഇലക്ട്രിക് ബസ്സിൽ സർവീസ് നടത്തുന്നതിനാൽ ജീവനക്കാരുടെ ശമ്പള ഇനത്തിൽ ഒരു മാസം ശരാശരി 12 ലക്ഷം രൂപയും ലാഭിക്കാനാകും. ഡീസൽ ബസ്സുകളെ പോലെ ഓയിൽ മാറ്റുകയോ മറ്റ് ചിലവുകളോ ഇല്ലാത്തതിനാൽ മെയിൻ്റെനൻസ് ഇനത്തിലും ലാഭമുണ്ട്. ഇലക്ട്രിക് ബസ് ലാഭകരമാണ് എന്ന് ഇപ്പോഴത്തെ മന്ത്രി പറയില്ല. കാരണം ഈ ഇലക്ട്രിക് ബസ് പഴയ മന്ത്രിയുടെ കുഞ്ഞാണ്. കാര്യം നിങ്ങൾ മനസ്സിലാക്കും, ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത്. ഇത് കൈനഷ്ടം തന്നെയാണ്. കാരണം 28 ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും, ഡീസൽ മിനി ബസ് കിട്ടും. ഇതിന്റെ വില 1 കോടി രൂപയാണ് ഒരു വണ്ടിക്ക്. 1 കോടി രൂപ. 5-ാം വർഷം ഈ വണ്ടിക്ക് 25 ലക്ഷം രൂപ, 28 ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം. മന്ത്രി പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. 5 വർഷത്തിലൊരിക്കൽ ബാറ്ററി മാറ്റുന്ന പണമുണ്ടെങ്കിൽ പുതിയ ഒരു ബസ് വാങ്ങാം. ഇനി ഈ ബസ്സിന്റെ ബാറ്ററികൾ മാറ്റുമോ, ബസ്സുകൾ ഒന്നാകെ തന്നെ മാറ്റുമോ എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് ഒരുപക്ഷെ അടുത്ത സർക്കാരായിരിക്കും. കാരണം ഇലക്ട്രിക് ബസ്സിന്റെ വിവാദ ഓട്ടം 5 വർഷത്തിലേക്ക് അടുക്കുകയാണ്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.